ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ തങ്ങളുടെ ആദ്യത്തെ ഹോം മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. എതിരാളികൾ മുംബൈ സിറ്റി FC ആണ്. വരുന്ന 22-ാം തീയതി കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഹോം സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ പലവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കോഴിക്കോട്ടെ EMS സ്റ്റേഡിയത്തിലേക്ക് മാറാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിരുന്നു. പക്ഷെ പിന്നീട് കൊച്ചിയിലേക്ക് തന്നെ ക്ലബ്ബ് തിരിച്ചെത്തുകയായിരുന്നു. ഏതായാലും കൊച്ചി കലൂർ സ്റ്റേഡിയം ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുതിയ ഫ്ലഡ് ലൈറ്റുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ടർഫ് നേരത്തെ സെറ്റായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള പണികൾ കൂടി പൂർത്തിയായിട്ടുണ്ട്. ആദ്യ മത്സരത്തിന് വേണ്ടി കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതോടൊപ്പം മറ്റൊരു അപ്ഡേറ്റ് കൂടി പങ്കുവെക്കാനുണ്ട്. അതായത് I-ലീഗ് ക്ലബ്ബായ ഗോകുലം കേരള FCയും കോഴിക്കോടിനെ കൈവിടുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത്തവണത്തെ ഹോം സ്റ്റേഡിയം ആയിക്കൊണ്ട് കോഴിക്കോട്ടെ EMS സ്റ്റേഡിയത്തിൽ കളിക്കാൻ ഗോകുലം കേരള FC ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അവർ മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് മാറുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തവണത്തെ I-ലീഗ് മത്സരങ്ങൾ അവിടെയായിരിക്കും, അഥവാ മഞ്ചേരിയിലായിരിക്കും ഗോകുലം കേരള കളിക്കുക. നമുക്കറിയാം, ഈയിടെ EMS സ്റ്റേഡിയത്തിൽ ഒരു ബൈക്ക് റേസ് നടന്നിരുന്നു. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ കോഴിക്കോട്ടെ ഈ സ്റ്റേഡിയത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് മടങ്ങിയത്. മാത്രമല്ല, റെന്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഗോകുലം കേരളയും ഇപ്പോൾ കോഴിക്കോടിനെ കൈവിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.